അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. വിവാദ വാക്ക് PC ജോർജ് തുടരുകയാണ്. വീണ്ടും വിവാദ പ്രസംഗം. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് PC ജോർജ് ഒടുവിൽ പ്രസംഗിച്ചത്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെൺകുട്ടികളെ 24 വയസ്സിന് മുൻപ് വിവാഹം ചെയ്ത് അയക്കണമെന്നും PC ജോർജ് പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ. പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്. തപ്പിക്കൊണ്ടിരിക്കുക. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? എടാ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നിനക്ക് എന്നാ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സുവരെ ആ പെൺകുച്ചിനെ പിടിച്ചു വെച്ച അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ്? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് അത്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നത്തെ കാലത്ത് ഈ പെമ്പിള്ളേര് പഠിച്ചിട്ട് എന്നാ കാര്യം? ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സ്ഥിതി വെച്ചിട്ട് 20 പേരെ വെച്ച് നമുക്ക് കല്യാണം നടത്തുകയും ചെയ്യാം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഒരു 18-19 വയസ്സായി പഠിച്ചോണ്ടിരിക്കണം. ഒരു 22-23 വയസ്സാകുമ്പോ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? നിനക്ക് എപ്പോഴാ ഈ ബ്രോക്കർ പണി തുടങ്ങിയത്? എന്റെ ചേട്ടാ, ഏത് നൂറ്റാണ്ടിലാ ചേട്ടൻ ജീവിക്കുന്നേ? 25 വയസ്സാകുമ്പോ എനിക്ക് തോന്നൂല പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു സന്തോഷം. അവ ഒരു പെൺകൊച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയല്ലേ? ഞാനേ മഴക്കാലത്തെ മുല്ലപ്പെരിയാർ ഡാമ എപ്പോഴാ പൊട്ടനെന്നൊന്നും പറയാൻ പറ്റൂല. ഇത് രോഗം വേറെയാ, അതിന് നമ്മളെ കിട്ടില്ല. ഇത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പിറ്റേ ദിവസമാണ്. പാലായിൽ നടന്ന ഒരു പരിപാടിയിലാണ് 24 വയസ്സ് മുൻപേ തന്നെ രക്ഷിതാക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. ലവ് ജിഹാദ് കേരളത്തിൽ വർദ്ധിക്കുന്നു. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയത്. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധ്യം മനസ്സിലാക്കി ക്രൈസ്തവരായിട്ടുള്ള മാതാപിതാക്കൾ പെൺകുട്ടികളെ 24 വയസ്സിന് മുൻപ് വിവാഹം കഴിപ്പിച്ചയക്കണം എന്നുള്ള പരാമർശമാണ് PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. പെണ്ണുങ്ങള് പ്രധാനമന്ത്രി പ്രസിഡന്റും ഒക്കെ ആവണ കാലമാണ്. പഠിച്ച പെൺകുട്ടികളെ പിടിച്ച് അടുക്കളന്റെ ഉള്ളിൽ കെട്ടിയിട്ട് ബിരിയാണിയും കോഴിക്കറിയും വെപ്പിക്കുന്നത് സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. ഈ അടുത്ത ജനുവരി 8-ാം തീയതിയായിരുന്നു വളരെ വിവാദമായ ഒരു പരാമർശത്തിലൂടെ PC ജോർജിന് ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തത്. ഈ സമയത്താണ് ഇന്നലെ പാലായിൽ നടന്ന പരിപാടിയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ.